താരസംഘടന അമ്മയിലെ വിവാദത്തിൽ അന്വേഷണ സമിതി രൂപീകരിച്ചു. എംഎൽഎയും നടനുമായ രമേശ് പിഷാരടി, മുത്തുമണി, പൊന്നമ്മ ബാബു, പ്രസിഡന്റ് ശ്വേത മേനോൻ, ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ എന്നിവർ സമിതിയിലുണ്ട്. സിബി ജോസഫ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സിബി, ഇപ്പോൾ ഉടലെടുത്ത വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണോ അന്വേഷണ സമിതി രൂപീകരിച്ചത്? ഇക്കാര്യങ്ങളൊക്കെ അന്വേഷണ സമിതിയുടെ അന്വേഷണ പരിധിയിൽ വരുമോ? വിനിഷ, പ്രധാനമായും നടി അൻസിബയുടെ പരാതിയുണ്ട്. ഈ അൻസിബയുടെ പരാതിയിൽ പ്രത്യേകമായ സമിതി രൂപീകരിക്കണമെന്ന് അൻസിബ അന്ന് തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ 3 പേരുടെ പേരും അൻസിബ നിർദ്ദേശിച്ചിരുന്നു. ഒന്ന് രമേശ് പിഷാരടി, ധ്യാൻ ശ്രീനിവാസൻ, മാല പാർവതി എന്നിവരടങ്ങിയ ഒരു സമിതി വേണമെന്നായിരുന്നു അൻസിബ പറഞ്ഞിരുന്നത്. ഇനി ഇവരിൽ ആർക്കെങ്കിലും താല്പര്യമില്ലെങ്കിൽ മറ്റാരെങ്കിലും പേരുകൾ താൻ നിർദ്ദേശിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയൊരു സമിതി നിയോഗിച്ചപ്പോൾ അതിൽ രമേശ് പിഷാരടി ഉൾപ്പെട്ടിട്ടുണ്ട്. രമേശ് പിഷാരടി, മുത്തുമണി, പൊന്നമ്മ ബാബു എന്നിവർ അടങ്ങുന്നൊരു സമിതിയാണ് ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത്. ഈ സമിതിയെ അൻസിബ അംഗീകരിക്കുമോ അല്ലെങ്കിൽ ഈ സമിതിക്ക് മുന്നിൽ അൻസിബ എത്തുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം അൻസിബ ഈ കാര്യത്തിൽ നിലപാട് പറഞ്ഞിട്ടില്ല. പ്രസിഡന്റ് ശ്വേത മേനോനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും ഈ അന്വേഷണ സമിതിയിലുണ്ട്. അൻസിബ നേരത്തെ പറഞ്ഞിരുന്നത് തന്റെ പരാതികളും ആരോപണങ്ങളും ഈ അമ്മയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഒരു എക്സിക്യൂട്ടീവ് അംഗം എന്നിവർക്കെതിരെ ആയതിനാൽ ഈ വിഷയം നിഷ്പക്ഷമായി കേൾക്കുന്നതിന് വേണ്ടി താൻ പറയുന്ന ആളുകളെ വെക്കണമെന്നുള്ളതായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു പുതിയ സമിതിയുണ്ട്. ആ സമിതിക്ക് മുൻപിൽ അൻസിബ വരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും ഒരു സമിതിയെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ്. ഇതിൽ അൻസിബയുടെ പരാതി മാത്രമല്ല, ഈ ടിനി ടോമിന്റെ പരാതിയുണ്ട്, ലക്ഷ്മി പ്രിയയുടെ പരാതിയുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. ഈ മാസം 21-നാണ് അമ്മയുടെ ജനറൽ ബോഡി. അതിനു മുൻപായി തന്നെ ഈ പരാതികൾ പരിഹരിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് അമ്മ എത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു സമിതി രൂപീകരിച്ചിരിക്കുന്നത്.